Hello viewers, I am GS Pillai. Welcome to my channel GS Pillai's Views. കേരളത്തിന് ഇക്കൊല്ലത്തെ മൺസൂൺ വളരെ നന്നായി കിട്ടുന്നുണ്ട്. മഴ തോരാതെ പെയ്യുകയാണ് കേരളത്തിലുടനീളം. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ പറയാൻ കാരണം 2 ദിവസം മുമ്പ് കൊല്ലം ജില്ലയിൽ തേവലക്കരയിൽ ഭാഗത്ത് ഒരു സ്കൂളിലുണ്ടായ അപകടം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുന്നുണ്ട്. ഈ കുട്ടി ദാരുണമായി മരിച്ചു, ഷോക്കേറ്റ്. അതുപോലെ ഇന്ന് രാവിലെ ഇടമങ്ങാടിനടുത്ത് ഒരു കാറ്ററിംഗ് കഴിഞ്ഞ് തിരികെ പോയിക്കൊണ്ടിരുന്ന 3 കുട്ടികളിൽ ഒരാൾ ദാരുണമായി മരിച്ചു. പുലർവേളയിൽ ഒരു മരവും ഒരു ഇലക്ട്രിക് പോസ്റ്റും റോഡിലേക്ക് കുറുകെ മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. അതിൽ ബൈക്കിൽ സഞ്ചരിച്ച ഈ 3 കുട്ടികൾ തൊട്ടടുത്ത് വന്നപ്പോഴാണ് അറിഞ്ഞത്. അതിലൊരാൾ തൽക്ഷണമല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വൈദ്യുതി പ്രവാഹമുള്ള കമ്പിയിൽ തട്ടിയാണ് ഇദ്ദേഹം മരിച്ചത്. ഇത്തരത്തിലുള്ള കുറേ അനുഭവങ്ങൾ നമ്മളും പ്രത്യേകിച്ച് ഈ മൺസൂൺ കാലത്തുണ്ടാകുന്നുണ്ട്. ഞാനിത് പ്രത്യേകമായി പറയാൻ കാരണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്യൂ എന്നുള്ള ബാധ്യത നല്ലതിനല്ല. ഇപ്പോൾ തേവലക്കര സ്കൂളിൽ മിനിഞ്ഞാന്ന് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആരുടെയോ എന്തോ ആകട്ടെ, അത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ നേരിട്ടുള്ള ഇടപെടൽ മൂലമോ എന്തുമാകട്ടെ ആ ലൈൻ അവിടെ നിന്ന് മാറ്റി. അപ്പോൾ വിചാരിച്ചാൽ സാധിക്കാവുന്ന ഒരു കാര്യമേ ഇതിനകത്തുള്ളൂ. അതിനുള്ള നിയമവശങ്ങളും നമുക്കുണ്ട്. അത് ചെയ്യാനുള്ളത് ദാർഢ്യത മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും, ഞാൻ തിരൂർ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ബോയ്സ് ഹൈസ്കൂൾ എന്ന ഭാഗത്ത് വൻ വൃക്ഷങ്ങൾ ഇപ്പോഴും റോഡിനരികിൽ നിൽക്കുന്നുണ്ട്. അതിൽ കൂടി പോകുന്ന വാഹന ഗതാഗതം വളരെ വലുതാണ്, പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ. അതിന് പ്രത്യക്ഷ ഉദാഹരണമായി പറയാവുന്നത് ആ ഭാഗങ്ങളിൽ ഉള്ള രാത്രികാല വഴിയോര കടകളാണ്. അവയൊക്കെ വളരെ ലാഭകരമായി പ്രവർത്തിക്കുന്നത്. അതിനർത്ഥം എന്താണ്? അതിൽ കൂടി ഇഷ്ടംമാതിരി സഞ്ചാരികൾ പോകുന്നുണ്ടെന്നും അവർ ഈ കടകളിൽ കയറുന്നുണ്ടെന്നും അല്ലേ. ഇത് ഏത് സമയത്തും അടർന്നു വീഴാവുന്ന ഒരു വൻ മരങ്ങളാണ് ആ ഭാഗത്തുള്ളത്. അത് കൂടുതലാകുമ്പോൾ അതിന് ഏതെങ്കിലും ഒരു ശാഖ വെട്ടി മാറ്റുക എന്നല്ലാതെ അതിനകത്ത് യാതൊരു നടപടികളും ഇതേവരെ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു ശാഖ ഈ രാത്രി സമയത്ത് അടർന്നു വീണെങ്കിൽ അതിൽ കൂടെ KV ലൈനും 3 ഫേസ് ലൈനുകളും സാധാരണ ലൈനുകളും എല്ലാം ഒന്നിച്ചു പോകുന്ന ഒരു സ്ഥലമാണ്. അതിൽ ഒന്ന് പൊട്ടി വീണാലുണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ശാഖ ഈ കമ്പികളിൽ തട്ടി താഴെ വീണാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കി. എത്രയോ ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചതിന് ശേഷം മാത്രം നമ്മൾ തീരുമാനമെടുക്കുന്ന ഒരു പ്രക്രിയയിൽ നിന്ന് നമ്മൾ എന്നേ മാറേണ്ട കാലം കഴിഞ്ഞു. വൈദ്യുത വകുപ്പിൻ്റെയും ഗതാഗത വകുപ്പിൻ്റെയും നിയമതാളുകളിൽ ഇവ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ തീർച്ചയായും ഉണ്ട്. അത് നിശ്ചയദാർഢ്യത്തോടുകൂടെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കരുത്താണ് ഏതൊരു ജനകീയ സർക്കാരിനും ആവശ്യം. ഈ വകുപ്പ് മന്ത്രിമാർ ദൈനംദിന അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ഇടപെടാൻ ഉദ്ദേശിക്കപ്പെടുന്നില്ലല്ലോ. അവർ ഇത്തരത്തിലുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട, അവരുടെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ച് അതിനു വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അവരുടെ വളരെ പ്രാഥമികമായ കടപ്പാടുകൾ എന്നാണ് ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്.
അപ്പോൾ അത് അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഭരണകാലത്ത് നമ്മൾ ഇവയൊക്കെ എത്രമാത്രം നീക്കം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇവരുടെയൊക്കെ മഹിമയെ ജനങ്ങളുടെ മനസ്സിൽ കാണുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഒരു മന്ത്രിയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രായോഗിക കാര്യങ്ങളും നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ഉപരിതലമായ കാര്യങ്ങളിലാണ് നമ്മുടെ വകുപ്പും മന്ത്രിമാർ കൂടുതൽ ശ്രദ്ധ എടുക്കേണ്ടത്. നിയമങ്ങളെ നിശ്ചയദാർഢ്യത്തോടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സർക്കാരിനെയാണ് ജനഹൃദയങ്ങളിൽ എപ്പോഴും സ്ഥാനം ഉണ്ടാവുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുക എന്നുള്ളതാണ് എല്ലാ വകുപ്പുകളുടെയും ഉദ്ദേശം. ഇതിനോടനുബന്ധിച്ചൊരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ചെറിയൊരു ചാനൽ നടത്തുന്ന കൂട്ടത്തിലാണ്. ഇടപ്പള്ളി NH-66 ഓവർബ്രിഡ്ജ് പണിയുന്ന സ്ഥലത്ത് അതിൻ്റെ താഴെ തട്ടിലായിട്ട് ഒരു ഷീറ്റ് തൂങ്ങിക്കിടക്കുന്നതിന് ഞാൻ വീഡിയോ ചിത്രീകരിച്ച് അത് യൂട്യൂബിൽ കൊടുത്തു. കുറേ വ്യൂവേഴ്സിനെ കിട്ടിയതെന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇതേവരെ ഉണ്ടായിട്ടില്ല. ആ ഷീറ്റ് ഇപ്പോഴും തൂങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെ താഴെ ബീഹാറികളായ കുറേ തൊഴിലാളി സഹോദരങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് സമയത്ത് അത് അടർന്നു വീഴാവുന്ന, അതിൻ്റെ ഒരറ്റം മാത്രമേ ഒരു 6-7 അടി നീളത്തിലുള്ള ഒരു 2 അടി വീതിയുമുള്ള ഒരു ഷീറ്റാണ് അതിനകത്ത് തൂങ്ങിക്കിടക്കുന്നത്. അതൊരു മെറ്റൽ ഷീറ്റ് അല്ലാത്തത് ഭാഗ്യം. ഇതൊരു പ്ലൈവുഡ് ഷീറ്റാണ്. എങ്കിൽ പോലും അത്ര ഉയരത്തിൽ നിന്ന് പറന്ന് താഴെ വീണ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തലയിൽ കൊണ്ട് ആ വ്യക്തിയെ തൽക്ഷണം മരിക്കുന്നതാണ്. സമൂഹത്തിൽ കാണിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ അത് കൈകാര്യം ചെയ്തത്. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ചുള്ള പ്രായപരിധിയുടെ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമുക്കതൊരു ഒരു മീഡിയയിൽ കൂടി അത് പുറത്തേക്ക് കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിൽ നിന്നും പ്രയോജനം ഉൾക്കൊണ്ട് അതിന് കോമ്പറ്റൻ്റായ ഏതെങ്കിലും അതോറിറ്റി അത് കാണുകയോ ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നുള്ള സതുദ്ദേശത്തിലാണ് അത് പോസ്റ്റ് ചെയ്തത്. പക്ഷേ ഇന്നേ വരെ ആ സാധനം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഭാഗ്യവശാൽ ഇതേവരെ ആരും അതിൽ നിന്നുള്ള അപകടത്തിൽ മരിച്ചിട്ടുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും വന്ന് സംഭവിച്ചതിന് ശേഷം ഒരു ക്രിയ ചെയ്യുന്നതിലുപരി ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പരിഹാര മാർഗമാണ് നമ്മൾ എപ്പോഴും അധികാരികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു.